ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഊർജിതമായി തുടരുന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ അനുസ്മരിച്ച് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. കേരളത്തിൽ പവന് ചരിത്രത്തിലാദ്യമായി 50,000 രൂപ കടന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധി, കാലാവസ്ഥാ വ്യതിയാനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രമുഖ അമേരിക്കൻ വ്യവസായിയും മൈക്രോസോഫ്റ്റ് സ്ഥാപകനുമായ ബിൽഗേറ്റ്സും കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യം വികസിപ്പിക്കേണ്ടത് സുപ്രധാന ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വളരെ ഉപയോഗപ്രദമാണെങ്കിലും കൃത്യമായ പരിശീലനമില്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഊർജിതമായി തുടരുന്നു. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള ആദ്യ ദിനമായ ഇന്നലെ കേരളത്തിൽ 14 പേരാണ് പത്രിക നൽകിയത്. തിരുവനന്തപുരം 4, കൊല്ലം 3, മാവേലിക്കര 1, കോട്ടയം 1, എറണാകുളം 1, തൃശൂർ 1, കോഴിക്കോട് 1, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് സംസ്ഥാനത്ത് ഇന്നലെ പത്രികാ സമർപ്പണം നടന്നത്. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. 5-നാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാം. കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചതോടെ പ്രചാരണം കൂടുതൽ ശക്തമായി. വിശദാംശങ്ങളുമായി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് നോർത്ത്, സൌത്ത്, ബേപ്പൂർ, എലത്തൂർ, ബാലുശ്ശേരി, കൊടുവള്ളി, കുന്നമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലമായ കോഴിക്കോട് പശ്ചിമഘട്ട മലനിരകളിൽ തുടങ്ങി ബേപ്പൂർ തീരം വരെ അതിർത്തി പങ്കിടുന്നതാണ്. പ്രധാന നഗരമായ കോഴിക്കോട് അതിന്റെ പ്രാധാന്യത്തിനൊത്ത വികസനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന ചർച്ചകൾ തന്നെയാണ് ഇത്തവണയും പ്രധാന വിഷയമാകുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തിരഞ്ഞോടെ മത്സരം ഇത്തവണയും കടുക്കുകയാണ്. വികസനം മുൻനിർത്തി UDF-ഉം LDF-ഉം NDA-യും പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. UDF സ്ഥാനാർത്ഥി MK രാഘവൻ കഴിഞ്ഞ 3 തവണ MP ആയിരിക്കെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായ എളമരങ്കരിയും കോഴിക്കോടിന്റെ വികസനത്തിന് രൂപരേഖ തയ്യാറാക്കിയാണ് വോട്ട് ചോദിക്കുന്നത്. നാടിന്റെ വികസന ആവശ്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ഉയർത്തിയാണ് NDA സ്ഥാനാർത്ഥി MT രമേശ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച എക്സ്പെൻഡിച്ചർ ഒബ്സർവർ ജില്ലയിലെത്തി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും VVPAT-ന്റെയും 1ാം ഘട്ട റാൻഡമൈസേഷൻ നടത്തി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇന്ന് വിവിധയിടങ്ങളിൽ പര്യടനം നടത്തും. UDF സ്ഥാനാർത്ഥി ശശി തരൂർ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ രാവിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിച്ചു. തുടർന്ന് കാട്ടായിക്കോണം V. ശ്രീധർ അനുസ്മരണത്തിൽ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇന്ന് മണ്ഡല പര്യടനത്തിലാണ്. രാവിലെ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആരാധനാലയങ്ങൾ സന്ദർശിച്ച് പ്രചാരണം ഊർജിതമാക്കി. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പേരയം ചർച്ച്, പേരിനാട് മാർത്തോമ ചർച്ച്, കേരളപുരം ജമാഅത്ത് എന്നിവിടങ്ങൾ സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിന്റെ ഇന്നത്തെ പര്യടനം പന്മന ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ചു. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം, തേവലക്കര മാർത്തോമ ചർച്ച്, തേവലക്കര ജമാഅത്ത് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. LDF സ്ഥാനാർത്ഥി M. മുകേഷ് ഉച്ചവരെ മണ്ഡലത്തിലെ പ്രമുഖരെ സന്ദർശിക്കും. ഉച്ചയ്ക്ക് ശേഷം ചവറയിലാണ് പര്യടനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികവർഗ വിഭാഗത്തിന്റെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കാനായി ഇടുക്കിയിൽ നങ്ക വോട്ട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രചാരണ പരിപാടിയിലൂടെ നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനായി ഇടുക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് നങ്ക വോട്ട് ക്യാമ്പയിൻ. ഇതിന്റെ ഭാഗമായി വള്ളക്കടവ് ഫോറസ്റ്റ് ഡോർമിറ്ററിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് മലമ്പണ്ടാരം വിഭാഗത്തിലെ വോട്ടർമാർക്കുള്ള വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ സംഘടിപ്പിച്ച നങ്ക വോട്ട് ക്യാമ്പയിനിൽ ആദ്യ ദിനം തന്നെ വിവിധ കുടികളിൽ നിന്നുള്ള മന്നാൻ വിഭാഗത്തിൽപ്പെട്ട 30ഓളം പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരുന്നു. മന്നാൻ ഭാഷയിൽ നമ്മുടെ വോട്ട്
വോട്ട് എന്നാണ് നങ്ക വോട്ട് എന്ന വാക്കിനർത്ഥം. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ ആവിഷ്കരിച്ചത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലങ്ങളും ആദിവാസി ഊരുകളും കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന ക്യാമ്പയിൻ വഴി 18 വയസ്സ് തികഞ്ഞ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ചേർക്കുകയും അവരിൽ 100% വോട്ടിംഗ് ഉറപ്പുവരുത്തുകയുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ അനുസ്മരിച്ച് ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടക്കുന്നു. പീഡാനുഭവ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുരിശിന്റെ വഴി പ്രയാണം നടക്കുന്നു. മലയാറ്റൂർ കുരിശുമുടിയിലേക്കും തീർത്ഥാടകരുടെ പ്രവാഹം തുടരുകയാണ്. പതിനായിരങ്ങളാണ് മലയാറ്റൂരിൽ മല കയറുന്നത്. യേശുക്രിസ്തുവിന്റെ ത്യാഗസ്മരണ പുതുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ദിനം യേശുക്രിസ്തുവിന്റെ ത്യാഗത്തെ ഓർമ്മിക്കുന്നതായും അദ്ദേഹം പഠിപ്പിച്ച അനുകമ്പയുടെയും ക്ഷമയുടെയും പാഠങ്ങൾ എല്ലാവർക്കും ശക്തി പകരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വെല്ലുവിളികളെ സ്നേഹം കൊണ്ടും ഐക്യത്തോടെയും നേരിടാൻ ലോകമെമ്പാടുമുള്ളവർക്ക് യേശുക്രിസ്തുവിന്റെ ഓർമ്മകൾ ഊർജ്ജമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വന്യമൃഗങ്ങൾ നിറഞ്ഞ കമ്പമലയിലേക്ക് ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി പ്രയാണം നടത്തി മാനന്തവാടി പിലാക്കാവ് സെന്റ് ജോസഫ് ദേവാലയം. കൂറ്റൻ മരക്കുരിശേന്തിയാണ് ഇടതൂർന്ന വനങ്ങളിലൂടെ പീഡാനുഭവ യാത്ര നടത്തിയത്. 100 കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. താമരശ്ശേരി ചുരത്തിലും കുരിശിന്റെ വഴി പ്രയാണം നടന്നു. 16 കിലോമീറ്റർ ദൂരം താണ്ടിയുള്ള പ്രയാണം ലക്കിടി മൌണ്ട് സിനായ് ദേവാലയത്തിൽ സമാപിക്കും. കോഴിക്കോട് മദർ ഓഫ് കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിയാത്ര മലബാർ ക്രിസ്ത്യൻ കോളേജിന് സമീപമുള്ള സെന്റ് ജോസഫ് ദേവാലയത്തിൽ സമാപിച്ചു. കണ്ണൂരിൽ തെക്കി ബസാർ തിരുകുടുംബ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല നേതൃത്വം നൽകി. തുടർന്ന് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നേതൃത്വം നൽകി. സ്റ്റേഡിയം കോർണറിൽ നടന്ന കുരിശിന്റെ വഴിയുടെ സമാപനം മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ വീട്ടിൽ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ സന്ദർശനം നടത്തി. നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയ VC സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. സിദ്ധാർത്ഥന്റെ വീട്ടുകാർക്ക് പറയാനുള്ളതെല്ലാം കേട്ടെന്നും തന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പുകൊടുത്തതായും VC പറഞ്ഞു. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. കേരളത്തിൽ പവന് ചരിത്രത്തിലാദ്യമായി 50,000 രൂപ കടന്നു. പവന് 50,400 രൂപയാണ് നിലവിൽ വില. 1 ഗ്രാമിന് 6,300 രൂപ. രാജ്യാന്തര വിപണിയിലെ വില വർധനവാണ് കേരളത്തിലും വില കൂടാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 12 റൺസിന് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തി. രാജ്യമാകെ അയിത്തോച്ചാടന സമരങ്ങൾക്ക് മാർഗദീപം കൊളുത്തിയ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചിട്ട് 30-ന് 100 വർഷം തികയുന്നു. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും പിന്തുണയോടെ TK മാധവൻ, KP കേശവമേനോൻ, K കേളപ്പൻ, EV രാമസ്വാമി നായ്ക്കർ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1924 മാർച്ച് 30-നാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴിച്ചുള്ള എല്ലാ റോഡുകളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത് 1925 നവംബർ 23-നാണ് സമരം അവസാനിച്ചത്. വേനൽ ചൂടിൽ സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാം. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയാകാമെന്നാണ് പ്രവചനം. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. തിരുവനന്തപുരത്ത് രാത്രി മഴ ലഭിച്ചതോടെ വേനൽ ചൂടിന് അല്പം ആശ്വാസമുണ്ട്. എങ്കിലും ജില്ലകളിൽ താപനില 36 ഡിഗ്രി വരെ ഉയരാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. കൊല്ലം ജില്ലയിലെ ചില ഭാഗങ്ങളിലും ഇന്നലെ വേനൽ മഴ ലഭിച്ചു. അടുത്ത മാസം 1 വരെ ചൂട് തുടരുമെന്നാണ് പ്രവചനം. ദേശാഭിമാനി ദിനപത്രത്തിൽ ചീഫ് റിപ്പോർട്ടറായിരുന്ന പാമ്പാടി കൂരേപ്പട ചിറപ്പുറത്ത് ബിജി കുര്യൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. കേരള പത്രപ്രവർത്തക യൂണിയന്റെ നേതാവും സജീവ പ്രവർത്തകനുമായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 2ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഊർജിതമായി തുടരുന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ അനുസ്മരിച്ച് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. കേരളത്തിൽ പവന് ചരിത്രത്തിലാദ്യമായി 50,000 രൂപ കടന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.